ഹായ് ഗൈസ്, ക്യാൻ 6 സീരീസിലെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക എന്താണ് ഷൂട്ടിംഗ് സ്റ്റാറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഹാമർ ക്യാൻ 6 എന്നും അതെങ്ങനെ ഫോം ചെയ്യുന്നതെന്നും മാർക്കറ്റിൽ അത് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് നോക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷൂട്ടിംഗ് സ്റ്റാറിനെ കുറിച്ചാണ്. ഷൂട്ടിംഗ് സ്റ്റാർ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക മാർക്കറ്റിൽ. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുള്ള ക്യാൻ 6ന്റെ കളറും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ബ്ലൂ ക്യാൻ 6ഉം ബ്ലാക്ക് ക്യാൻ 6ഉം ആയിട്ടാണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. നോർമലി നിങ്ങൾ ചാർട്ടിലേക്ക് പോക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീനും അതേപോലെ റെഡും ആയിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇതിന്റെ സൈക്കോളജിക്കൽ പാർട്ടെല്ലാം നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഷൂട്ടിംഗ് സ്റ്റാർ, ഇത് എങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യുന്നത്, ഇത് എന്ത് പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാമർ ക്യാൻ 6 പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹാമർ ക്യാൻ 6 കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സപ്പോർട്ട് സോണിലാണെന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതൊരു ബൈ ട്രേഡ് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ അപ്സൈഡിലേക്കുള്ള റിവേഴ്സൽ ആയിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷൂട്ടിംഗ് സ്റ്റാർ നമുക്ക് പറഞ്ഞിരുന്നുണ്ടാകാം ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ആയിരിക്കും നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ പറഞ്ഞിരുന്നുണ്ടാകാം. ഒരു റെസിസ്റ്റൻസ് ലെവലില് ഒരു സപ്ലൈ ലെവലില് നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് റിവേഴ്സ് ആണുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് മാർക്കറ്റ് നമ്മളോട് പറഞ്ഞിരുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ചെറിയൊരു ബോഡി കാണുന്നുണ്ടാവും, അതേപോലെ വലിയൊരു വിക്ക്. നമ്മളെ ഹാമർ ക്യാൻ 6 തിരിച്ചിട്ടാൽ കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഷൂട്ടിംഗ് സ്റ്റാറും കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അതായത് പ്രൈസ് അപ് സൈഡിലേക്ക് പോകുന്നുണ്ട്, റിജക്റ്റ് ആയി ഡൗൺ സൈഡിലേക്ക് വന്ന് ക്ലോസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കാം, അപ് സൈഡിൽ നമുക്കൊരു റിവേഴ്സൽ ക്യാൻ 6 ആയിട്ടുള്ള ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടിട്ടുണ്ട്, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് വീണ്ടും റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്, വീണ്ടും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെ. ഇത് ഒരു റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഹാമർ ക്യാൻ 6 എല്ലാം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇന്നലെ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഏരിയന്ന് മാർക്കറ്റ് റിവേഴ്സൽ വന്ന സമയത്ത് ഇന്നലെ ഞാൻ ട്രേഡും കാര്യങ്ങളെല്ലാം പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയാസിന് ട്രേഡും കാര്യങ്ങളെല്ലാം പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവൽസിൽ ടാർഗറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഹാമർ ക്യാൻ 6 എല്ലാം ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങളതായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയയും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സ്ട്രാറ്റജിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ക്യാൻ 6 അല്ലെ. ഏത് സ്ട്രാറ്റജി ആണെങ്കിലും ആ ഒരു സ്ട്രാറ്റജിയിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ക്യാൻ 6 അല്ലെ. നമ്മൾ വാച്ച് ചെയ്യുന്ന ചാർട്ട് ക്യാൻ 6ന്റെ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഹാമർ ക്യാൻ 6 ബേസ് ചെയ്തിട്ട് ഇന്നലെ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രേഡ് ഹാമർ ക്യാൻ 6 അല്ല, നമ്മൾ ആ ഒരു സ്ട്രക്ചറൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കിൽ സോൺ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കൺഫ്ലുവൻസ് ആയിട്ട് നമുക്ക് എന്താണ് ഹാമർ ക്യാൻ 6 എല്ലാം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കാം. ഞാനിവിടെ മാർക്കറ്റ് ഉണ്ട്, ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഉണ്ട്. പ്രൈസ് ഒരു ഹയർ ലെവലിലേക്ക് വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഒരു സപ്ലൈ സോണിലേക്ക് വന്നിട്ട് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഏറ്റവും മുകളിലോട്ടായിട്ട് വീണ്ടും ഒരു ഷൂട്ടിംഗ് സ്റ്റാർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. ഇവിടെ ചെറിയൊരു ബോഡി, ഒരു വിക്ക്, അതിനുശേഷം മാർക്കറ്റിൽ ഒരു റിവേഴ്സലാണ് കാണാൻ വേണ്ടി പറ്റിയുള്ളത് അല്ലെ. മാർക്കറ്റ് റിവേഴ്സൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്യാൻ 6 ആണ് ഷൂട്ടിംഗ് സ്റ്റാർ. നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നമുക്ക് നേരത്തെ ഈ ഷൂട്ടിംഗ് സ്റ്റാർ എങ്ങനെയാണ് ഫോം ചെയ്തത്, നമുക്ക് വളരെ ചെറിയൊരു ബോഡി ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം, അതേപോലെ തന്നെ മുകളിലോട്ടേക്കായിട്ട് വലിയൊരു വിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഷൂട്ടിംഗ് സ്റ്റാർ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. നമ്മൾ ഹാമർ ക്യാൻ 6 പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോഡിയുടെ കളർ നമുക്ക് മാറ്റർ ചെയ്യുന്നില്ല. ഗ്രീൻ ആണെന്നുണ്ടെങ്കിലും റെഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഒരു റിവേഴ്സൽ തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഇത് എല്ലാ സ്ഥലത്തും പോയി നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ നോക്കി ട്രേഡ് എടുക്കണോ, വേണ്ട അല്ലെ. നമ്മളൊരു റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സപ്ലൈ സോൺ ആകാം, നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ OB, ഫെയർ വാല്യൂ ഗ്യാപ്പ്, വാട്ടവർ ആ ഒരു ഏരിയാസിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള റിജക്ഷൻസ് കാണിക്കലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്ലുവൻസ് ആയിട്ട് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മാർക്കറ്റിൽ ഇപ്പൊ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് ഷോ ചെയ്യുന്നുണ്ടാവുക മാർക്കറ്റില്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എങ്ങനെയായിരിക്കും, അതായത് പ്രൈസ് ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ക്യാൻ 6 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് അല്ലെ. അതായത് ക്യാൻ 6 ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ടാവും, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ആകുന്നുണ്ടാവും. അപ്പൊ ഹൈ ക്രിയേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നുണ്ടാവുക, ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു മൊമെന്റ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ആരായിരിക്കും മാർക്കറ്റിൽ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ടാവുക, അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻ 6 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പൊ ഈ ഒരു രീതി കാണുന്ന സമയത്ത് കൂടുതലായിട്ടും അഗ്രസീവ് ആയിട്ട് ആൾക്കാർ പോയി ബൈ എടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ ക്യാൻഡിൽ ക്ലോസിന് മുമ്പേ പല ആൾക്കാരും ചാടിക്കയറി ബൈ എടുക്കുന്നുണ്ടാവും. പക്ഷെ അവസാനമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ക്യാൻഡിൽ ക്ലോസിന് മുമ്പായിട്ട് പ്രൈസ് അഗ്രസീവായ ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് അല്ലെ. അഗ്രസീവായ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിൽ ക്ലോസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് എന്തായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക? ഹൈ പോയിട്ടുള്ളത് ഒരു വിക്ക് ആയിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്നുണ്ട്. ബയേഴ്സിനെല്ലാം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അഗ്രസീവ് ആയിട്ട്, അതായത് ബയേഴ്സിനെ ഇൻവാലിഡേറ്റ് ചെയ്തുകൊണ്ട് സെല്ലേഴ്സ് കൺട്രോൾ വരുവാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽസ് ബേസ് ചെയ്തിട്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻഡിൽസ് ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരുന്നുണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽസിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽസ് നമുക്ക് ഇതേപോലുള്ള ഒരു ക്രിയേഷനിലാണെന്നുണ്ടെങ്കിൽ, ഒരു ബെയറിഷ് ആയിട്ടുള്ള ക്ലോസറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ വരുന്നുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ഒരു കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബാക്കിയുള്ള സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളും അതേപോലെ ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവേഴ്സൽ ക്യാൻഡിൽസിൽ ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കാണലാണ് നിങ്ങൾക്ക് എന്തായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക? മാർക്കറ്റിൽ ബയേഴ്സിൽ നിന്ന് സെല്ലേഴ്സിലേക്ക് ഒരു കൺട്രോൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്, ഒരു കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരിക്കലും ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ കണ്ട ഉടനെ തന്നെ പോയിട്ട് ഷോർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൺഫ്ലുവൻസിൽ ഈ ഒരു കൺഫ്ലുവൻസും കൂടി നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. അതേപോലെ തന്നെ ഇതൊരു ഐഡിയ ആക്കി എടുത്ത് ബാക്കിയുള്ള കൺഫ്ലുവൻസ് എല്ലാം ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാനായിരിക്കണം നിങ്ങളൊരു ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ സിംഗിൾ ക്യാൻഡിൽസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.